എല്ലാവർക്കും നമസ്കാരം, ഏവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ടാറ്റ ഷോറൂമിലാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ ടാറ്റ കർവിൻ്റെ ഐസ് എഡിഷൻ, അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ, പെട്രോളും ഡീസലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മുന്നിലുള്ളത് ഡീസലാണ്. ഇത് 1.5 ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ ടാറ്റ കർവിൽ 3 എഞ്ചിൻസാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഹൈപ്പറിയോൺ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ, അത് GDI എഞ്ചിൻ. അത് 91.9 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ 225 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിൻ, ഞാൻ പറഞ്ഞ പോലെ ഇത് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിൽ 1.5 ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ്. അതിൽ 86.7 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ 260 Nm ഓഫ് ടോർക്കും. പിന്നെ നമുക്ക് വരുന്നത് 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്. അതിൽ 88.2 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ 170 Nm ഓഫ് ടോർക്കാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടാറ്റ കർവ് 8 വേരിയൻസിൽ വരുന്നുണ്ട്. അതായത് സ്മാർട്ട്, പ്യുവർ പ്ലസ് എസ്, ക്രിയേറ്റീവ് എസ്, ക്രിയേറ്റീവ് പ്ലസ് എസ്, അക്കംപ്ലിഷ്ഡ് എസ്, അതുപോലെ തന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എ. അതാണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. പിന്നെ നമുക്ക് 6 കളർ ടോണ് വരുന്നുണ്ട്. അതായത് പ്രിസ്റ്റൈൻ വൈറ്റ്, ഡെയ്റ്റോണ ഗ്രേ, ഫ്ലെയിം റെഡ്, പ്യൂർ ഗ്രേ, ഗോൾഡ് എസൻസ്, ഒപ്പേറ ബ്ലൂ. ഇപ്പോൾ നമ്മൾ ഡെയ്റ്റോണ ഗ്രേനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറേ പ്രീമിയം വണ്ടികളിലൊക്കെ വന്നിട്ട് ഒരു കളറാണ്. അത്യാവശ്യം കാണാൻ നല്ല ഒരു എക്സ്പെൻസീവായിട്ടും അത്യാവശ്യം ഒരു പ്രീമിയംനെസ് കൊടുക്കുന്ന ഒരു കളറാണ് ഡെയ്റ്റോണ ഗ്രേ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം, കുറച്ചുകൂടി ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ വോയിസ് അസിസ്റ്റഡ് പനോരമിക് സൺറൂഫ് വിത്ത് മൂഡ് ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വോയിസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൺറൂഫ് ക്ലോസും അടയ്ക്കാനും തുറക്കാനും പറ്റും. പിന്നെ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അതിൽ 9 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് നാവിഗേഷൻ ഡിസ്പ്ലേയും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്, എയർ പ്യൂരിഫയർ, അതുപോലെ തന്നെ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ, പിന്നെ ഇലക്ട്രോ ക്രോമാറ്റിക് IRVM വിത്ത് ഓട്ടോ ഡിമ്മിങ്. ഇപ്പോൾ നമ്മുടെ ഇൻസൈഡ് റെയർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഉള്ളിലുള്ള റെയർ വ്യൂ മിററിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ടാറ്റയുടെ ഐറ കണക്റ്റഡ് കാർ ടെക്നോളജി, അതായത് വണ്ടിയുടെ പുറത്ത് നിന്ന് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ ചില സിസ്റ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, കുറേ വണ്ടികളിൽ ഇതുവരെ ഇല്ലാത്തത് ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പവേർഡ് ടെയിൽ ഗേറ്റ് വിത്ത് ജസ്റ്റർ ആക്ടിവേഷൻ. അപ്പോൾ നമ്മുടെ കാലുകൊണ്ട് വെറുതെ ഒന്ന് ആ വണ്ടിയുടെ ബൂട്ടിൻ്റെ താഴെ, അതായത് ആ ഒരു താഴെ ഭാഗം ഒന്ന് ജസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെയിൽ ഗേറ്റ് തുറന്നു വരും. അതൊരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറാണ്. പിന്നെ നമുക്ക് വരുന്ന അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് അറ്റ്ലസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. പിന്നെ മോഡേൺ ഡോർ ഹാൻഡിൽസ് ആണ്, ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വിത്ത് വെൽക്കം ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വെൽക്കം ലൈറ്റായിട്ട് കത്തി വരും. പിന്നെ ഡുവൽ ടോൺ റൂഫ് വരുന്നുണ്ട്. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൽ എയറോ ഇൻസേർട്സ് ഉണ്ട്, കുറച്ചുകൂടി എയറോ ഡൈനാമിസിറ്റിയും വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്ത വീൽസാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നേരത്തെ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 12.3 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് ഹർമൻ്റെ. അതുപോലെ തന്നെ അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ കുറേ വോയിസ് അസിസ്റ്റൻറ്റ് സിസ്റ്റംസ് വരുന്നുണ്ട്. അതായത് നേറ്റീവ്, അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതുവഴിയൊക്കെ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലെവൽ 2 അഡാസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെയിൻ ചേഞ്ച് അലേർട്ട്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, 360 3D സറൗണ്ടിങ് വ്യൂ ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ വല്ല ഒബ്ജക്റ്റ് വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ റെയർ ക്രോസ് ട്രാഫിക് അലർട്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ പിന്നെ കൂടെ വല്ല മൂവ്മെൻറ്റ് വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് പറയും. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ അലേർട്ട് ഓൺ ORVM, അതായത് നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഇനിയിപ്പോൾ സൈഡിൽ കൂടെ വണ്ടികൾ പോവുകയാണെങ്കിൽ നമ്മുടെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളായൊരു ഫീച്ചറാണ്. അപ്പോൾ തുറക്കുന്നതിൻ്റെ മുന്നേ വാഹനം നമുക്ക് സെൻസ് ചെയ്തിട്ട് കാണിച്ചു തരും. അതുകൂടാതെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ്, 6 എയർ ബാഗ്, 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് വിത്ത് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കർവിൻ്റെ വരുന്നത് 44 ലിറ്ററാണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് അത്യാവശ്യം സെഗ്മെൻറ്റിലെ ഒരു സ്റ്റാൻഡേർഡ് ബൂട്ട് സ്പേസ് ആണ്, 500 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിന് പറ്റിയിട്ടുള്ള ക്വിക്ക് ഡീറ്റെയിൽസ്, ഒരു വാക്ക് റൗണ്ട് വീഡിയോ. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നമുക്ക് കാണാവുന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.